ഇറാനുമായി ഒപ്പിട്ട ധാരണാപത്രത്തിന്മേലുള്ള വിമർശനങ്ങൾക്ക് മറുപടിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിൽ US-ന് വൻ വിജയമെന്ന അവകാശവാദം. ഇറാനിലെ ആണവ പദ്ധതികളെ അന്താരാഷ്ട്ര പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്ന് ഇറാൻ സമ്മതിച്ചു കഴിഞ്ഞു. മരവിപ്പിച്ച സ്വത്തുവകകൾ വിട്ടു നൽകുമ്പോൾ US-ലെ കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇറാൻ വാങ്ങൂവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഈ കരാറിൽ വിജയം ഇറാനാണ് എന്ന തരത്തിലുള്ള വിവക്ഷകൾ വന്നിരുന്നു. അത്തരം ചില ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലമുണ്ട്. ഇറാൻ അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ട്രംപ് പറയുന്ന വ്യവസ്ഥകൾ, അതിലൊന്ന് ഈ അന്താരാഷ്ട്ര പരിശോധന അവരുടെ ആണവ കാര്യങ്ങളിൽ, അത് ഇറാൻ സമ്മതിച്ച ഒന്നാണ്. പക്ഷേ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങൂ ആ പണം കൊണ്ട് എന്നൊക്കെ പറയുന്നത് അല്പം കടന്ന കൈയല്ലേ? തീർച്ചയായിട്ടും ഇത് ഇറാൻ നിലവിൽ അംഗീകരിച്ച കാര്യമല്ല, ട്രംപിന്റെ മാത്രം ഒരു അവകാശവാദമാണ്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പിട്ട 14-ന ധാരണാപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ട്രംപിന് നേരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരുന്നത്. ഇത് അമേരിക്കയിലുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് മാത്രമല്ല, ട്രംപിന്റെ തന്നെ പക്ഷക്കാരായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ട്രംപിന് നേരെ വലിയ വിമർശനമാണ് ഉയർന്നത്. അതായത് ഒബാമ മുൻപ് ഇറാനുമായിട്ട് ഒപ്പിട്ട ആണവ കരാറിനേക്കാൾ വളരെ ദുർബലമാണ് നിലവിലുള്ള വ്യവസ്ഥകൾ എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. മാത്രമല്ല, ഇന്ന് CBS ന്യൂസ് പ്രസിദ്ധീകരിച്ച ഒരു സർവേ പ്രകാരം അമേരിക്കയിലുള്ള ഭൂരിഭാഗം ജനങ്ങളും ഈ നിലവിലുള്ള ഈ ധാരണാപത്രം വെറും ഒരു പരാജയമാണെന്നുള്ള വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നതിന് പിന്നാലെയാണ് ട്രംപ് വ്യാജ വാർത്തകൾ US വിജയത്തെ കുറച്ചു കാണാൻ ശ്രമിക്കുന്നു എന്ന് തുടങ്ങുന്ന ഈ ഒരു ട്രൂ സോഷ്യൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറാനിലുള്ള ആണവ പദ്ധതികൾ, അതിനെ സംബന്ധിച്ച് ഇറാൻ ഒരു അന്താരാഷ്ട്ര പരിശോധനകൾക്ക് ഇതുവരെ സമ്മതിച്ചിരുന്നില്ല. എന്നാൽ പുതിയ ധാരണ പ്രകാരം ഇറാൻ അത്തരം പരിശോധനകൾക്ക് സമ്മതിച്ചിട്ടുണ്ട്. ഇതുകൂടി കണക്കാക്കിയിട്ടാണ് ഹോർമുസ് കടലിടുക്കിലുള്ള US ഉപരോധം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചത്. എന്നാൽ US കപ്പലുകൾ ഇപ്പോഴും മേഖലയിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും ഒരു ഉപരോധം കൊണ്ടുവരുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. അതുപോലെ ഭാവിയിലും എല്ലായ്പ്പോഴും ഇറാനിലെ ഈ ആണവ പരിശോധനകൾ അത് സ്ഥിരമായിരിക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. മാത്രമല്ല, ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട ഒന്നാണ് US സ്വത്തുവകകൾ വിട്ടു നൽകുന്നത്. എന്നാൽ ആ സ്വത്തുവകകൾ കൊണ്ട് US-ലെ കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇറാൻ വാങ്ങുകയുള്ളൂ. ഇത് US-ലെ കർഷകർക്ക് ഗുണകരമാണെന്നും ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.